ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാനെ ആക്രമിക്കാൻ പദ്ധതിയിട്ട 4 പേർ മുംബൈയിൽ അറസ്റ്റിൽ. പൻവേലിൽ വെച്ച് സൽമാൻ ഖാന്റെ വാഹനം ആക്രമിക്കാനായിരുന്നു പദ്ധതി. ലോറൻസ് ബിഷ്ണോയി സംഘത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായത്. പാകിസ്ഥാൻ ആയുധ വിതരണക്കാരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ടതായി പോലീസ് അറിയിച്ചു. ലോറൻസ് ബിഷ്ണോയി, അൻമോൽ ബിഷ്ണോയി അടക്കം 17ലധികം പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. നോബിൾ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി. നോബിൾ, നേരത്തെ സൽമാന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിലും ഈ ബിഷ്ണോയി സംഘാംഗങ്ങളായിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. ഇപ്പോൾ പിടിയിലായിട്ടുള്ള 4 പേരിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ബിനിൽ, സൽമാൻ ഖാനെ ആക്രമിക്കാൻ ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് നിരന്തരം പത്തി ഇടുന്നുവെന്ന് വേണം നമുക്ക് ഈ പുതിയ സംഭവവികാസത്തിൽ മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെയാണ് മുംബൈ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ 4 പേരെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നും അറിയാൻ കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ എഫ്ഐആറിൽ ലോറൻസ് ബിഷ്ണോയ് അടക്കമുള്ളവരുടെ പേരുകൾ, അങ്ങനെ 17 പേരുടെ പേരുകളാണ് ഈ എഫ്ഐആറിൽ എന്താണെങ്കിലും ഉള്ളത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുംബൈ പോലീസ് വ്യക്തമാക്കുന്നത് AK-47 തോക്കുകൾ അടക്കം പാകിസ്ഥാൻ എന്നുള്ള ആയുധ വ്യാപാരം നിന്ന് വാങ്ങാൻ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പൻവേലിൽ വെച്ച് സൽമാൻ ഖാന്റെ കാർ ആക്രമിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. ഈ 4 പേരുടെ പേരുകൾ അടക്കം എന്താണെങ്കിലും ഇപ്പോൾ മുംബൈ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ 4 പേർ എന്ന് പറയുന്നത് അജയ് കശ്യപ്, അതോടൊപ്പം തന്നെ ഗൗരവ് ഭാട്ടിയ, ഒപ്പം വാസ്പി ഖാൻ, ഒപ്പം വസീം ചൗക്ക ഉൾപ്പെടെയുള്ള അങ്ങനെ 4 ആളുകളുടെ പേരുകളാണ് ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും മുംബൈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇവർ മുൻപും ചില ക്രിമിനൽ കേസുകളടക്കം പ്രതികളാണ് എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് നിരന്തരം ഇത്തരത്തിൽ സൽമാൻ ഖാനെ ആക്രമിക്കാൻ പദ്ധതികൾ ഇടുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ സൽമാൻ ഖാന് കൂടുതൽ സുരക്ഷ അടക്കം ഒരുക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ തുടരുകയും ചെയ്യുകയാണെന്ന് മുംബൈ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ബിനിൽ.